ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മൂന്നാം നാളിന്റെ സായാഹ്നം. കൈവശമുള്ള അപ്പവും പ്രത്യാശയും തീർന്നു പോയ ഒരു ജനക്കൂട്ടം. മരുഭൂമി എന്നത് വെറുമൊരു സ്ഥലമല്ല, അത് നമ്മുടെ ശൂന്യതയുടെ അടയാളമാണ്. ഈ നിശബ്ദതയിലേക്കാണ് ക്രിസ്തു തന്റെ കരുണയുടെ സ്വരം പായിക്കുന്നത്. എനിക്ക് ഈ ജനത്തോട് അനുകമ്പ തോന്നുന്നു. വഴിമതിയെ ആരും തളർന്നു വീഴുന്ന വാശിയുള്ള ഒരു സ്നേഹത്തിന്റെ ഉടമയാണ് അവൻ. നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് എന്ന ചോദ്യം നമ്മുടെ പരിമിതികളെ കുറിച്ചുള്ളതാണ്. ഉള്ളിലുള്ള കുറവുകളെ സ്തോത്രബലിയിലൂടെ നിറവാക്കി മാറ്റുന്ന ആത്മീയ രസതന്ത്രമാണ് ഇവിടെ നാം കാണുന്നത്. മുറിക്കപ്പെട്ട അപ്പകഷ്ണങ്ങൾ 7 കുട്ടം നിറയെ ബാക്കിയായപ്പോൾ അത് പഞ്ഞത്തിന്റെ അവസാനമല്ല, മറിച്ച് ദൈവകൃപയുടെ സമൃദ്ധിയായിരുന്നു. നമ്മുടെ തുച്ഛമായ അധ്വാനങ്ങളെയും കണ്ണീരിനെയും അവൻ അനുഗ്രഹിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ പിറക്കുന്നു. തളർന്നു പോയ നിമിഷങ്ങളിൽ തണലാകുന്ന ഒരു ദൈവമുണ്ട്. ആ കൈകളിൽ നമുക്ക് വിശ്വസിക്കാം. വചനമാകുന്ന അപ്പം നമ്മുടെ ഹൃദയങ്ങളിൽ സമൃദ്ധിയാകട്ടെ.